Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് ബദൽ എന്നത് മുൻനിർത്തി മിഷൻ 2030 എന്ന ലക്ഷ്യത്തോടെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. 2030ഓടെ കേരളത്തിൽ 1000ഓളം മൾട്ടി സർവീസ് ചെയിൻ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും വ്യക്തമായ കാഴ്ചപ്പാട്, ആസൂത്രണം, കഠിന പ്രയത്നം തുടങ്ങിയവയുടെ ഫലമാണ് ഇന്ന് കാണുന്ന വളർച്ചയും നേട്ടങ്ങളും കൈവരിക്കാൻ COAയ്ക്ക് സാധിച്ചതെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. COA കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു കോർപ്പറേറ്റ് കമ്പനികളുടെ കേബിൾ ഓപ്പറേറ്റർമാർ ഇന്നും കേവലം കേബിൾ TV ഓപ്പറേറ്റർമാരായി നിൽക്കുമ്പോൾ COAയുടെ ഓപ്പറേറ്റർമാർ വൈവിധ്യവൽക്കരണത്തിലൂടെയും കാലത്തിന്റെ മാറ്റങ്ങൾക്ക് വിധേയമായും വളരുകയാണ്. കേബിൾ TV മേഖല ഗുരുതരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. അത് പ്രത്യക്ഷത്തിലുള്ളതല്ല, പുതുതലമുറയുടെ കാഴ്ചപ്പാടാണ് ആ വെല്ലുവിളിയെന്നും പ്രവീൺ മോഹൻ അഭിപ്രായപ്പെട്ടു. 1990കളിൽ ACBയുടെ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കുത്തക കമ്പനികളുടെ സിഗ്നൽ എടുത്ത് ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു കേബിൾ TV ഓപ്പറേറ്റർ 36 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററായി നിലനിൽക്കുമ്പോൾ, അതേപോലെ തന്നെ 1996 ഒരു ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററായി പ്രവർത്തനം ആരംഭിച്ച ഞാനും നിങ്ങളും 2026 എത്തി നിൽക്കുമ്പോൾ ഒരു MSO ആയി മാറി, ഒരു ISP ആയി മാറി, ഒരു ബ്രോഡ്കാസ്റ്റർ ആയി മാറി, ഒരു TSP ലൈസൻസ് ഹോൾഡറായി മാറി. അങ്ങനെ ആ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2030 നമ്മൾ എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടും നിലപാടും ഈ സംഘടനയ്ക്കുണ്ട്. ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ KO പ്രശാന്ത് നഗറിലാണ് സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MR രജീഷ് ജില്ലാ റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ AV ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ടും, N. രഞ്ജിത്ത് ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PS സിബി, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, KCCL MD PP സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് അച്ചാണ്ടി, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. സജീവ് കുമാർ, V. ജയകൃഷ്ണൻ, NK ദിനേശ്, KCCL ഡയറക്ടർ KK പ്രദീപൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുരേന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിൽസൺ മാത്യു, സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവാനന്ദ്, കണ്ണൂർ വിഷൻ MD M. വിനീഷ് കുമാർ, KTS MD KV വിനയകുമാർ, ഗ്രാമിക TV MD K. രാജേഷ് എന്നിവർ സംസാരിച്ചു. 12 മേഖലകളിൽ നിന്നായി 170 പ്രതിനിധികളും ജില്ലാ സംസ്ഥാന നേതാക്കളുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. അടുത്ത മാസം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.
സിഒഎയുടെ ശക്തി വിളിച്ചോതി ആവേശകരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത്. കൂത്തുപറമ്പിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. സിഒഎ സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. പൊതുസമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കൂത്തുപറമ്പിൽ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് സിഒഎയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകി. പൊതുസമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കോവിഡ് കാലഘട്ടത്തൊക്കെ തന്നെ കേബിൾ TV ഇൻ്റർനെറ്റും അതോടൊപ്പം തന്നെ വൈഫൈയും ഒക്കെ തന്നെ കിട്ടാതിരിക്കുന്നെങ്കിൽ കാരണം കുട്ടികളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈലിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കേബിൾ TV മേഖല മാറിയെന്ന് KP മോഹനൻ പറഞ്ഞു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത്ത് മുഖ്യാതിഥിയായി. ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ പ്രജിൻ തുയ്യത്തിനുള്ള ഉപഹാരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ സമ്മാനിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചന, കമ്പവലി, ഷട്ടിൽ, പെനാൽറ്റി ഷൂട്ടൌട്ട്, ക്രിക്കറ്റ് മത്സരങ്ങളിൽ വിജയികളായവർക്കും ടീമുകൾക്കും ഓവറോൾ ചാമ്പ്യന്മാർക്കുമുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് അച്ചാണ്ടി, KCCL ഡയറക്ടർ KK പ്രദീപൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സജീവ് കുമാർ, അനിൽ മംഗലത്ത്, ജില്ലാ പ്രസിഡന്റ് P ശശികുമാർ, സെക്രട്ടറി MR രജീഷ്, ട്രഷറർ AV ശശികുമാർ, വൈസ് പ്രസിഡന്റുമാരായ PK ദേവാനന്ദ്, C സുരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ, VV മനോജ് കുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിൽസൺ മാത്യു, കണ്ണൂർ വിഷൻ MD M വിനീഷ് കുമാർ, ഗ്രാമിക TV MD K രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീനിവാസൻ അനുസ്മരണ ഗാന പ്രണാമവും നടന്നു. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. നാടകവേദിയിൽ ഭ്രാന്തനായി നിറഞ്ഞാടിയപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ആ വേഷമഴിക്കാൻ സാധിച്ചില്ല. താൻ അനശ്വരമാക്കിയ ആ പഴയ വേഷത്തിന്റെയും ഒപ്പം നഷ്ടപ്രണയത്തിന്റെയും ഓർമ്മകൾ പേറി തന്റെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ശങ്കരൻകുട്ടി. കാണാം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്റ്റോറി. ഇന്ന് പ്രണയദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രാമതളി സ്വദേശിയായ ശങ്കരൻകുട്ടിയെയാണ്. ഒരു നാടകം ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച് അതുപോലെ ഒരു പ്രണയം തകർത്ത ഒരു ജീവിതവുമായി ഇന്നും നമ്മൾക്കിടയിൽ ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. നാടകവേദിയിൽ വിളക്കണയുമ്പോൾ നടൻ വേഷമഴിച്ചു വെച്ച് സ്വത്വത്തിലേക്ക് മടങ്ങുന്നത് പതിവാണ്. എന്നാൽ പയ്യന്നൂർ രാമന്തളി സ്വദേശിയായ ശങ്കരൻകുട്ടിയുടെ ജീവിതത്തിൽ
അരങ്ങിലെ വിളക്കുകൾ ഇതുവരെ അണഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു നാടകത്തിനായി എടുത്തണിഞ്ഞ സണ്ണി എന്ന ഭ്രാന്തന്റെ വേഷം ഒരു നിഴൽ പോലെ ഇന്നും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. കലയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോയ ആ അത്യപൂർവ ജീവിതം രാമന്തളി നാടിന് ഇന്നും ഒരു വിസ്മയമാണ്. ആ കഥാപാത്രം മനസ്സിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ടാണോ ആ ഒരു ചിന്തയുണ്ടോ? ഇപ്പോഴും ആ കഥാപാത്രത്തിന് ഓർമ്മിച്ച് നിൽക്കുന്നുണ്ട്, ഓർമ്മയിൽ നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രം തന്നെയാണോ ശങ്കരൻകുട്ടിയേട്ടൻ്റെ ശരിക്കും ജീവിതത്തിൽ അതേ ഒരു കോപ്പിയായിരുന്നോ പിന്നെ നടന്നത്? അത് കുറേ അതൊക്കെ ഓർമ്മിച്ച് നടത്തിയിട്ടുണ്ട്. CL ജോസിന്റെ പ്രശസ്തമായ ഒരു നാടകം വർഷങ്ങൾക്ക് മുൻപ് ചണ്ടാലക്കോട് വയലിൽ അരങ്ങേറിയപ്പോഴാണ് ശങ്കരൻകുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞത്. മറ്റൊരു പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആ നാടകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഒരു ഭ്രാന്തന്റെ വേഷമായിരുന്നു. കാണികളെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയ പ്രകടനം. എന്നാൽ ആ വേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. നാടകം കഴിഞ്ഞിട്ടും ആ ഭ്രാന്തൻ ശങ്കരൻകുട്ടിയെ വിട്ടുപോയില്ല. ആ വേഷപ്പകർച്ചയിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരാൻ കഴിയാതെ അദ്ദേഹം ഇന്നും പഴയ നിലയിലെന്നോണം ജീവിക്കുകയാണ്. ഈ വാലന്റൈൻസ് ദിനത്തിൽ ശങ്കരൻകുട്ടിയുടെ കഥ ഒരു വിങ്ങലായി മാറുന്നത് അദ്ദേഹത്തിന്റെ തീവ്രമായ പ്രണയത്തിലൂടെയാണ്. നാടകത്തിൽ തന്റെ കൂടെ അഭിനയിച്ച പ്രണയിനിയുടെ ഓർമ്മകളും പ്രണയനഷ്ടവും അദ്ദേഹത്തിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. പ്രണയത്തിന്റെ നോവും നാടകത്തിന്റെ ആവേശവും ഒത്തുചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയുടെ താളം തെറ്റുകയായിരുന്നു. ആ നാടക നടിക്കും ശങ്കരൻകുട്ടിയേട്ടൻ്റെ അടുത്ത് ആ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ഈ നാടകത്തിന് ശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നാടകത്തിൽ രാജകുമ്പരെ കോഴിക്കോട് കുതിരട്ടം പോയി ആ നാടകം കാണാൻ പറ്റില്ല. എനിക്ക് അത് കേതുണ്ട്. അവര് ഈ ഒരു കാരണം കൊണ്ടാണോ ശങ്കരൻകുട്ടിയേട്ടന് പിന്നെ വിട്ടുപോയത്? എനിക്ക് മാനസികമായിട്ട് ഓർമ്മയില്ല. അതിലാണ് അവള് രാമന്തളി പ്രദേശത്ത് ഇന്നും ഒരു നിശബ്ദ സാന്നിധ്യമായി ശങ്കരൻകുട്ടിയുണ്ട്. നഷ്ടപ്രണയവും തിരിച്ചു കിട്ടാത്ത മാനസികാരോഗ്യവും തമ്മിലുള്ള സംഘർഷത്തിനിടയിലും അദ്ദേഹം തന്റെ ഓർമ്മകളിൽ ആ പഴയ നാടക നടനായി ഇന്നും തുടരുകയാണ്. കലയും ജീവിതവും വേർതിരിക്കാനാവാത്ത വിധം കൂടിച്ചേർന്നപ്പോൾ ഒരു കലാകാരന് തന്റെ വേഷത്തിന് നൽകിയ ആത്മസമർപ്പണത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയായിരുന്നു ശങ്കരൻകുട്ടി. ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നടനും അതുപോലെ മനസ്സിൽ പ്രണയം ഇപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്ന ശങ്കരൻകുട്ടിയേട്ടനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കുണിയൻ പടിഞ്ഞാറേക്കരയിലെ ചൂരിക്കാടൻ രവിയുടെ സ്കൂട്ടർ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. കുണിയൻ പടിഞ്ഞാറേക്കരയിലെ ചൂരിക്കാടൻ രവിയുടെ സ്കൂട്ടർ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ജോലി കഴിഞ്ഞു വന്നാൽ ചില ദിവസങ്ങളിൽ രവി റോഡരികിലാണ് സ്കൂട്ടർ നിർത്തിയിടാറുള്ളത്. വെള്ളിയാഴ്ചയും അങ്ങനെയാണ് ചെയ്തത്. ശനിയാഴ്ച രാവിലെയാണ് സ്കൂട്ടർ കത്തി നശിച്ച നിലയിൽ കണ്ടത്. KL 59 Q9605 ഡുവറ്റ് VX സ്കൂട്ടറാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രവിയും മറ്റു ചിലരുമായി വാക്ക് തർക്കമുണ്ടായതായി പറയപ്പെടുന്നു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സാധാരണ ഞാൻ റോഡ് നോക്കേണ്ടതുണ്ട്. റോഡ് നോക്കേണ്ടത് അത്ര അവസ്ഥകളുണ്ട്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് റോഡില്ല. റോഡില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി വീട്ടിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റോഡിനെ കത്തിച്ചുകൊണ്ട് ഇതുവരെ ആരും വണ്ടി ആരും കത്തിച്ചൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് രാവിലെ കത്തിച്ചാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ ദ്വിദിന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം പയ്യന്നൂർ MLA ടി. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 13-14 തീയതികളിൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ 4ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പയ്യന്നൂർ MLA ടി. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പരിഹാസത്തിന് നാടകങ്ങളിലും സിനിമയിലും കഥകളിലുമെല്ലാം ഇരയായിരുന്ന ഒരു വിഭാഗമാണ് പോലീസ്. ആനുപാതികമായിട്ടിപ്പോൾ കുറവുണ്ടാവും ആ പരിഹാസത്തിന്. കാരണം പോലീസായിട്ട് മാറി. അത് സമൂഹം അംഗീകരിച്ച് ഇത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന നിലയിലേക്കുള്ളൊരു മനോഭാവത്തിലേക്ക് നാട് മാറുമ്പോൾ തങ്ങൾ പറയുന്നതിന് അത്രയും അടിസ്ഥാനമില്ലാതിരിക്കുമ്പോൾ അത് പരിഹാസരൂപേണെന്ന് പറയാൻ പിന്നെ ആരും സന്നദ്ധമാവില്ല. മുൻപൊക്കെ എങ്ങനെയായിരുന്നു പോലീസിനെ കണ്ടിരുന്നത്? നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ചടങ്ങിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ പ്രസിഡന്റ് ബാബുമോൻ P അധ്യക്ഷനായി. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ IPS വിശിഷ്ടാതിഥിയായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസാദ് K അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. NK ഗിരീഷ്, വിനോദ് കുമാർ K, ധനഞ്ജയ ബാബു PK, പ്രമോദൻ KV, രമേശൻ വെള്ളോറ, രാജേഷ് PV തുടങ്ങിയവർ സംസാരിച്ചു. പ്രേംജി K നായർ സംഘടനാ റിപ്പോർട്ടും NV രമേശൻ പ്രവർത്തന റിപ്പോർട്ടും വിനോദ് കുമാർ MV വരവ് ചിലവ് കണക്കും ശോഭൻ ബാബു ഓഡിറ്റ് റിപ്പോർട്ടും പ്രസാദ് KV പ്രമേയ അവതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ 4ാമത് ദ്വിദിന സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന കുടുംബസംഗമം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ 4ാമത് ദ്വിദിന സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കുടുംബസംഗമവും പോലീസ് മെഡൽ നേടിയ ഓഫീസർമാർക്കുള്ള അനുമോദന സദസ്സും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സമര സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത ഒരു വിഭാഗം കൂടിയാണ് പോലീസ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റെല്ലാവരെയും പോലെ അവകാശങ്ങളുള്ള അവകാശങ്ങൾ നേടാൻ സംഘടിക്കേണ്ട കാര്യമുണ്ട് എന്ന് കരുതുന്നിടത്താണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് തോന്നുന്നു ഇങ്ങനൊരു സംവിധാനം പോലീസിനുള്ളിൽ ഉള്ളത്. ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് കുറെ കൂടി മെച്ചപ്പെട്ട പോലീസ് സംവിധാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ആകെ മാറുന്നു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം യൂണിഫോം ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KP അനീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ, ഗസൽ ഗായകൻ അലോഷി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. റൂറൽ അഡീഷണൽ SP NR ജയരാജ്, DYSPമാരായ KE പ്രേമചന്ദ്രൻ, സുഭാഷ് പരങ്ങേൻ, ജയൻ ഡൊമിനിക്, പോലീസ് സഹകരണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K രാജേഷ്, അസോസിയേറ്റ് ജില്ലാ പ്രസിഡന്റ് ജയേഷ് കാവുമ്പായി, വൈസ് പ്രസിഡന്റ് MK സാഹിദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള NGO അസോസിയേഷൻ 51ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷൻ 51ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ക്ഷീര ടവറിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരത്തിൽ വരാൻ പോകുന്നത് UDFന്റെ ഗവൺമെന്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെ ഒരു ഗവൺമെന്റ് കടന്നു വരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന്റെ ഗുണപരമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പലതരത്തിൽ ഉപദ്രവിക്കപ്പെട്ട, പലതരത്തിൽ വേദനകൾ ചോദിച്ചുകൊണ്ട് സ്ഥാനമാറ്റം ഉൾപ്പെടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ടി വന്ന നിങ്ങളെ എല്ലാവരെയും ബ്രാഞ്ച് പ്രസിഡന്റ് മധുസൂദനൻ MK അധ്യക്ഷനായി. കേരള NGO സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി ഷെറിൻ S, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV അബ്ദുൾ റഷീദ്, A ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ VR സുധീർ,
ബ്രാഞ്ച് ട്രഷറർ ഷിജിത്ത് എ.കെ. തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതികൾ, സംരംഭത്തിന് ആവശ്യമായ ലൈസൻസുകളും അനുമതികളും, ബാങ്ക് വായ്പ സംബന്ധിച്ച കാര്യങ്ങൾ, ബാങ്കിംഗ്, സാമ്പത്തിക അവബോധം തുടങ്ങിയ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഭരണസമിതിക്കകത്ത് ഈ വ്യവസായത്തിന് വേണ്ടി നമ്മൾ പൈസ നീക്കി വെച്ച സമയത്ത്, സംരംഭകർക്ക് സ്വയം സംരംഭകരെ കണ്ടെത്തുന്നതിന് വേണ്ടി തുക നീക്കി വെച്ച സമയത്ത് ആൾക്കാരൊക്കെ ഒരുപാട് അപേക്ഷ തന്നു. അവരെ വിളിച്ചിരുത്തി അവരോട് എന്താണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. അവർ വന്നിരിക്കുന്നത് ആ സമയത്ത് 30% സബ്സിഡി എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അന്നത്തെ സംരംഭകരെ നമ്മൾ കൂട്ടിയിരുത്തിയപ്പോൾ കണ്ടത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.എസ്. നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, കെ.വി. രാധ, എം. രാമചന്ദ്രൻ, കുടുംബശ്രീ CDS അധ്യക്ഷ എം. മാലതി, കെ. ശാന്തിനി, എ. അമൃത തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ വ്യവസായ വികസന ഓഫീസർ എൻ. അശോക്, ബ്ലോക്ക് വികസന ഓഫീസർ കെ. അബിൻ മോഹൻ എന്നിവർ സെമിനാറിൽ വിഷയാവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് ഇനി ആത്മവിശ്വാസത്തോടെ സൈക്കിൾ സവാരി ചെയ്യാം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള സൗജന്യ സൈക്കിൾ വിതരണ പദ്ധതി എം. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 2 സ്കൂളുകൾക്ക്, മാട്ടൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും കല്യാശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും SBIയുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് SSKയുടെ കൂടി സഹകരണത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം നടക്കുന്നത്. 52 സൈക്കിളുകളാണ് നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നതിൻ്റെ തീരുമാനിച്ചത്. തീർച്ചയായും നമുക്ക് എല്ലാ സ്കൂളുകളിലും നൽകണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു തുടക്കമാണ്. അത് 2 സ്കൂളുകളെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചത്. അത് കല്യാശ്ശേരി, മാട്ടൂലുമാണ്. കല്യാശ്ശേരിയിലെ വിതരണം നേരത്തെ തന്നെ നമ്മൾ നടത്തി. ഇന്നിപ്പോൾ മാട്ടൂൽ സ്കൂളിലെ നമ്മുടെ കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം കൂടി നൽകുകയാണ്. ഏതായാലും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് 2 പരിപാടികൾ മാട്ടൂൽ സ്കൂളിൽ MLA ഫണ്ടിലെ കമ്പ്യൂട്ടർ ലാബും SBIയുടെ CSR ഫണ്ടിലൂടെ ഹൈസ്കൂളിന് അനുവദിച്ച 21 സൈക്കിളുകൾ വിദ്യാർത്ഥിനികൾക്ക് കൈമാറി. സൈക്കിൾ സവാരി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ഗുണങ്ങൾ ഏറെ പ്രധാനമാണ്. സ്കൂളിലെത്താനും മടങ്ങാനും സുരക്ഷിതവും കുറഞ്ഞ ചിലവുമുള്ള ഗതാഗത മാർഗമാണ് സൈക്കിൾ. ശരീരാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കൂടാതെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്ന ശക്തമായ സാമൂഹിക സന്ദേശവുമാണ് ഈ പദ്ധതി നൽകുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യാൻ ഇടപെടൽ നടത്തുമെന്ന് എം. വിജിൻ MLA പറഞ്ഞു. KP മുഹമ്മദ് ബഷീർ, ഹനീഫ VC, PTA പ്രസിഡന്റ് അഷ്റഫ്, സരീഷ് ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വികസന സെമിനാർ ചന്തപുരയിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വികസന സെമിനാർ ചന്തപുരയിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും സജീവമായി അണിചേരാൻ അതിനാവശ്യമായ നിലയിൽ ഒരു മാർഗരേഖയായി ഈ വികസന സെമിനാറും നമ്മുടെ പദ്ധതിയും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഏവർക്കും അഭിവാദ്യം. TV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. T. ഷിബു കരുൺ, P. നാരായണൻ, VA കോമളവല്ലി, P. രവീന്ദ്രൻ, പ്രീത ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ടീ ഹൌസിൽ നടന്നു. സമ്മേളനം കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ചേതൻ കുമാർ ഉദ്ഘാടനം ചെയ്തു.
കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ പെരുമ്പ സ്റ്റീക്ക് ഹൗസിൽ നടന്നു. സമ്മേളനം KMDA സംസ്ഥാന കമ്മിറ്റി അംഗം ചേതൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. KMDA കേരളത്തിലെ എല്ലാ ജില്ലകളിലും 1-2 ജില്ലകളിൽ കമ്മിറ്റിയുണ്ട്. പക്ഷേ പ്രവർത്തനം കുറച്ച് കുറവാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഈ തുടക്കത്തിൽ ഈ സംഘടനയുടെ ശക്തി കാണിക്കാനുള്ള ഓഗസ്റ്റ് 15-16 തീയതി സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ചടങ്ങിൽ P. ഗോപിനാഥൻ അധ്യക്ഷനായി. KV മുരളീധരൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വെച്ച് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പ്രദീപനെ ഷോൾ അണിയിച്ച് അനുമോദിച്ചു. P. കനകരാജൻ, സുനിൽ ഇടക്കാടൻ, സന്തോഷ് കുമാർ, PR മനോഹരൻ, പ്രകാശൻ T, അനീഷ് MP, സുരേന്ദ്രനാഥ് PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. P. ഗോപിനാഥനെ പ്രസിഡന്റായും അനീഷ് MPയെ സെക്രട്ടറിയായും പുതിയ ഭരണസമിതിയെ യോഗം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. SPCA പ്രൊജക്ട് കണ്ണൂർ റൂറൽ ജില്ല പയ്യന്നൂർ സബ് ഡിവിഷനിലെ 10 SPCA സ്കൂളുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പയ്യന്നൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലുവാൾ IPS മുഖ്യാതിഥിയായി. SPC പ്രൊജക്ട് കണ്ണൂർ റൂറൽ ജില്ല പയ്യന്നൂർ സബ് ഡിവിഷനിലെ 10 SPC സ്കൂളുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പയ്യന്നൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലുവാൾ IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. Doctor, teacher, engineer, you join any field. The values which you have inculcated over the last 2 years will be helpful to you. When you are wearing uniform, some values are very important. Most important are discipline, integrity, and sense of service to the society. I remember 5 years ago, I was also part of the passing out parade, and when the parade was ending, it ended with the word first step in the service of nation. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ യൂണിറ്റുകളിലെ 440 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. പാസിംഗ് ഔട്ട് പരേഡിൽ കണ്ണൂർ റൂറൽ ജില്ലാ അഡീഷണൽ SP NR ജയരാജ്, പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ, നർക്കോട്ടിക് സെൽ DYSP K. ഉത്തം ദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ K. ശ്രീനന്ദ, മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KV വൈഗ എന്നിവർ പരേഡ് നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആസൂത്രണ സമിതിയുടെ പുതുക്കിപ്പണിയെല്ലാം കഴിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പുകൾ പുനഃസംഘടിപ്പിച്ച് വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ചർച്ചകളും ഗ്രാമസഭയിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ള ചർച്ചകളും എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്ന് വികസന സെമിനാറിലേക്ക് പോകുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആയാലും ഗ്രാമസഭയുടെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് വികസന സെമിനാറിലേക്ക് അതെങ്ങനെ നടപ്പിലാക്കണം എന്ന രീതിയിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത അധ്യക്ഷത വഹിച്ചു. KK ബിന്ദു കരട് പദ്ധതി അവതരിപ്പിച്ചു. സെക്രട്ടറി ഇൻചാർജ് CMK അബ്ദുൾ റഹ്മാൻ, AV ലേജു, അജിത് കുമാർ അനിക്കം, ഫാത്തിമ BV, TR രാമചന്ദ്രൻ, KV ദിലീപ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാജ്യതലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മാർഗംകളി അവതരണത്തിൽ പങ്കെടുത്ത തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 7 കലാകാരികളെ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദിച്ചു. കുന്നച്ചേരി ALP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ഉപഹാര വിതരണം നടത്തി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ 24 കലാകാരികൾ ചേർന്നാണ് മാർഗംകളി അവതരിപ്പിച്ചത്.
തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നിന്നു മാത്രം 7 പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ കക്കുന്നം 11-ാം വാർഡിൽ നിന്നുള്ള കെ രാധിക ഉൾപ്പെടെ പഞ്ചായത്തിലെ 7 പേരെയാണ് വാർഡ് ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം KU രാമദാസ് അധ്യക്ഷത വഹിച്ചു. രാധികയ്ക്കൊപ്പം ഡൽഹിയിൽ മാർഗംകളി അവതരിപ്പിച്ച വി ദീപ്തി, MK ബീന, ദിയ P, K നന്ദന, VM ഹൃദ്യ, C ഷൈനി എന്നിവർക്കും ഗ്രാമസഭയിൽ ഉപഹാരങ്ങൾ നൽകി. പഞ്ചായത്ത് മുൻ അംഗം AK സുജ, ഗ്രാമസഭാ കോർഡിനേറ്റർ ചിത്ര ആലക്കാട്ട് എന്നിവർ സംസാരിച്ചു. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ കോൽക്കളി, മാർഗംകളി, തെയ്യം എന്നിവയാണ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദൃശ്യ പയ്യന്നൂർ സംഘടിപ്പിക്കുന്ന ഗൗരിലക്ഷ്മി ഷോ ഫെബ്രുവരി 15-ന് ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 7 മണിക്ക് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 15-ന് ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഗൗരിലക്ഷ്മി ഷോ ഉദ്ഘാടനം ചെയ്യും. P സന്തോഷ് അധ്യക്ഷത വഹിക്കും. ദേശാഭിമാനി അക്ഷരമുറ്റ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം TI മധുസൂദനൻ MLA നിർവഹിക്കും. ഷോയിലേക്കുള്ള പ്രവേശനം പാസ് മുഖേന നിയന്ത്രിക്കും. വാഹന പാർക്കിങ്ങിനായി ഗേൾസ് ഹൈസ്കൂൾ, പോലീസ് മൈതാനം, ശ്രീവത്സം ഓഡിറ്റോറിയം, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VP സന്തോഷ് കുമാർ, K കമലാക്ഷൻ, K ശിവകുമാർ, പ്രകാശൻ പയ്യന്നൂർ, ശശിധരൻ കാട്ടൂർ, V നന്ദകുമാർ, PV ലക്ഷ്മണൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെഗാ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. കാങ്കോൽ ടൗണിൽ നടന്ന ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ശുചീകരണ പരിപാടിക്ക് കാങ്കോലിൽ തുടക്കമായി. മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. കാങ്കോൽ ടൗണിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും നാട്ടുകാരുടെയും സ്ഥാപന മേധാവികളുടെയും തൊഴിലാളികളുടെയും മൊത്തം ജനങ്ങളുടെയും ഒരു സഹകരണത്തോടുകൂടി ശുചീകരിക്കുക. അങ്ങനെ ശുചീകരിക്കാൻ മെഗായജ്ഞം പോലെ ഈ ഫെബ്രുവരി 14, 15 തീയതികളിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ PV സൗമ്യ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PV ചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K റസീന, ടൗൺ വികസന കമ്മിറ്റി ചെയർമാൻ P രാധാകൃഷ്ണൻ, വാർഡ് കൺവീനർ PV രാജീവൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി, ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പയ്യന്നൂർ ദേശീയതല സാങ്കേതിക കലോത്സവം യുക്തി X 2026 ഫെബ്രുവരി 16, 17 തീയതികളിൽ സംഘടിപ്പിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ, കണ്ടുപിടുത്തക്കാർ, എഞ്ചിനീയർമാർ, സാങ്കേതിക പ്രേമികൾ എന്നിവർ ഒത്തുചേരുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പയ്യന്നൂർ ദേശീയതല സാങ്കേതിക കലോത്സവം യുക്തി X 26 ഫെബ്രുവരി 16, 17 തീയതികളിൽ നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ, കണ്ടുപിടുത്തക്കാർ, എഞ്ചിനീയർമാർ, സാങ്കേതിക പ്രേമികൾ എന്നിവർ ഒത്തുചേരും. വിദ്യാർത്ഥികൾക്ക് അവരുടെ എഞ്ചിനീയറിംഗ് കഴിവുകൾ പ്രകടിപ്പിക്കാനും ആശയങ്ങൾ കൈമാറാനും ഭാവി രൂപപ്പെടുത്തുന്ന വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാനും മികച്ചൊരു വേദിയൊരുക്കുകയാണ് യുക്തി X 26 ലക്ഷ്യമിടുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊജക്ട് എക്സ്പോ, ഗ്രാൻഡ് ഓട്ടോ ഷോ, ബൈക്ക് ഷോ, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് വെപ്പൺ എക്സിബിഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാക്കത്തോൺ, ടെക്നിക്കൽ മത്സരങ്ങളും സംവാദങ്ങളും തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറും. പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ആൽമരം ബാൻഡിന്റെ ആവേശകരമായ തത്സമയ സംഗീത പരിപാടിയും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് വികസന സെമിനാർ മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് വികസന സെമിനാർ മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു.
മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിലെ ബീക്കാറിലേക്ക് വരുന്ന എക്സ്പ്രസ് ക്യാൻസർ എക്സ്പ്രസ് അറിയപ്പെടും. അത്രയും ക്യാൻസർ പേഷ്യൻ്റാണ് പഞ്ചാബിൽ. കാരണം എന്താണ്, അവിടെ കൃഷിയാണ് പ്രധാനം. കൃഷിയിൽ വലിയ തോതിൽ രാസവളം ചേർക്കുന്നു. രാസവളം ചേർത്താൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ക്യാൻസർ. ഇപ്പോൾ കേരളത്തിൽ ക്യാൻസറിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ആരോഗ്യരംഗത്ത് ലൈഫ് സ്പാൻ കൂടി നമുക്ക് ആയുർദൈർഘ്യം നമുക്ക് വികസനാർത്ഥങ്ങൾക്കൊപ്പമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം ഇന്നിപ്പോൾ രോഗങ്ങളുടെ, പ്രത്യേകിച്ച് മാരക രോഗങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്യാൻസറിനെതിരായിട്ടുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തുടങ്ങാൻ കൂടിയാണ്. 5 വർഷം ഈ ഭരണസമിതികൾ ഇപ്പം തന്നെ തുടങ്ങണം. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ അധ്യക്ഷത വഹിച്ചു. കരട് വികസന പദ്ധതി അവതരണം MV രവി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത കുമാരി, K ഭാനുമതി, C രത്നവല്ലി, MV രാജീവൻ, V രാധാകൃഷ്ണൻ, KP അബ്ദുൽ ഗഫൂർ, PK രാകേഷ്, MV സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രവൃത്തി പദ്ധതിയിൽ 8.5 പതിറ്റാണ്ട് പിന്നിടുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിന്റെ വാർഷിക ആഘോഷവും ദീർഘകാലം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നേകിയ അധ്യാപികമാർക്ക് യാത്രയയപ്പും നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂൾ പ്രഥമാധ്യാപികയായിരുന്ന സിസ്റ്റർ ഷീന ജോർജ്, മുതിർന്ന അധ്യാപിക നിർമ്മല പോൾ എന്നിവർക്ക് യാത്രയയപ്പും സ്കൂളിന്റെ 85ാം വാർഷികാഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷന്റെ പ്രസംഗത്തിന് മുമ്പ് ഞാനൊരു സംസാരത്തിന് മുതിർന്നത് ഇവിടെ ചിലപ്പോൾ ഈ ചടങ്ങിന്റെ നോട്ടീസിൽ പേരില്ലാത്ത ഒരാളാണ് ശ്രീ കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ ചീമേനിക്കടുത്ത പുള്ളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കപ്പെടേണ്ട ചുമതലയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വരുന്നത് വെള്ളിക്കോത്ത് മഹാകവി ഈ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും വാർഷികാഘോഷങ്ങളും മറ്റു ചില ആനുവൽ പ്രോഗ്രാംസുകളിലൊക്കെ നടന്നു വരികയാണ്. കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. ചെറുവത്തൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, VV സുബ്രഹ്മണ്യൻ, AG ആയിഷ B, KB ബാബു, K സീത, ടോം പ്രസാദ്, M മുഹമ്മദ് റഫീഖ്, G ഉമേഷ് എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ ഷീന ജോർജ്, നിർമ്മല പോൾ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പിലാത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എതിർദിശ സുരേഷിന്റെ പ്രഭാഷണ പരമ്പര ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ വൈകിട്ട് 5 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.